ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് വിധി ഒറ്റയ്ക്ക് തീരുമാനിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സിൽക്ക് സ്മിത. 1980കളിൽ തെന്നിന്ത്യൻ വെള്ളിത്തിരയെ അക്ഷരാർത്ഥത്തിൽ കാൽ കീഴിലാക്കിയ ആ മാതക റാണിയില്ലാതെ ഒരു ബിഗ് ബജറ്റ് സിനിമ പോലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ ഭയപ്പെട്ടിരുന്നു. സൂപ്പർ താരങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിയ പ്രതിഫലവും ജനപ്രീതിയും ആസ്വദിച്ച ഒരു സാമ്രാജ്യത്തിന്റെ അധിപതി. എന്നാൽ 1996 സെപ്റ്റംബർ 23 ചെന്നൈ സാലി ഗ്രാമത്തിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ ആരും തുണയില്ലാതെ ജീവനൊടുക്കിയ നിലയിൽ ആ പ്രതിഭയെ കാണപ്പെട്ടു. എങ്ങനെയാണ് കോടികൾ വാരിക്കൂട്ടിയ സൗത്ത് ഇന്ത്യയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആ വിസ്മയം ഇത്രയും ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് എത്തിയത്? ആ അവസാന രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ആ സംഭവം എന്തായിരുന്നു? സിനിമാ ലോകം ഇന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന കറുത്ത യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വിജയലക്ഷ്മിയിൽ നിന്ന് സിൽക്ക് സ്മിതയിലേക്കുള്ള ദൂരം അറിയണമെങ്കിൽ കാര്യങ്ങളുടെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ആന്ധ്രാപ്രദേശിലെ എലൂരുവിൽ നിന്ന് അങ്ങേയറ്റം ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലായിരുന്നു വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതയുടെ ജനനം. കുടുംബത്തിന്റെ കൊടും പട്ടിണി മാറ്റാൻ മറ്റ് വഴിയില്ലാതെ 4ാം ക്ലാസ്സിൽ വെച്ച് തന്നെ തന്റെ പഠനം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു കൊച്ചു പെൺകുട്ടി. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നിർബന്ധിത വിവാഹത്തിന്റെ ക്രൂരതകളിലേക്കും ആ കുട്ടി വലിച്ചെറിയപ്പെട്ടു. എന്നാൽ കണ്ണീരിൽ ഒതുങ്ങിക്കൂടാൻ അവൾ തയ്യാറായിരുന്നില്ല. പട്ടിണിയും പീഡനങ്ങളും നിറഞ്ഞ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ബന്ധുവിനൊപ്പം അവൾ അന്നത്തെ ദക്ഷിണേന്ത്യൻ സിനിമയുടെ തലസ്ഥാനമായ മദ്രാസിലേക്ക് വണ്ടി കയറുന്നു. മദ്രാസിലെത്തിയ വിജയലക്ഷ്മിയുടെ തുടക്കം വലിയ താരമായിട്ടൊന്നും ആയിരുന്നില്ല. സിനിമയിലെ നായികമാർക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരു സാധാരണ ടച്ചപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ആ പെൺകുട്ടി ജീവിതം മുന്നോട്ട് പോയത്. ലൈറ്റുകൾക്കും ക്യാമറകൾക്കും പിന്നിൽ മറ്റുള്ളവരുടെ സൗന്ദര്യം കൂട്ടാൻ രാപ്പകലില്ലാതെ ധ്വനിച്ച ആ കണ്ണുകളിൽ ഒരിക്കൽ മുഴുവൻ ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാന്തിക ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. അവിടെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. 1979 പ്രശസ്ത സംവിധായകൻ വിനു ചക്രവർത്തിയുടെ കണ്ണിൽപ്പെട്ടതോടെ വിജയലക്ഷ്മിയുടെ തലവര പാടെ മാറി. വണ്ടിച്ചക്രം എന്ന സിനിമയിലെ സിൽക്ക് എന്ന ചാരായ ഷോപ്പുകാരിയുടെ വേഷം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം തെന്നിന്ത്യ കണ്ടത് ഒരു കൊടുങ്കാറ്റായിരുന്നു. അതോടെ വിജയലക്ഷ്മി സിനിമാ ലോകത്ത് സിൽക്ക് സ്മിതയായി പുനർജനിച്ചു. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു തരംഗമാണ്. അവരുടെ ഒരു നോട്ടവും പുഞ്ചിരിയും ചലനവും പോലും തിയേറ്ററുകളിൽ വൻ ആവേശം സൃഷ്ടിച്ചു. 3 ഷിഫ്റ്റുകളിൽ ഒരേ സമയം വിശ്രമമില്ലാതെ ഓടി നടന്ന് അഭിനയിച്ച സിൽക്ക് സ്മിത തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 450ലധികം ചിത്രങ്ങളിലാണ് തകർത്താടിയത്. രജനികാന്ത്, കമൽഹാസൻ, ചിരഞ്ജീവി എന്നിവർ മുതൽ മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകളിൽ അതുവരെ സിൽക്കിന്റെ സാന്നിധ്യം ഒഴിവാക്കാനാവാത്ത ഘടകമായി മാറി. വിതരണക്കാർ സിനിമ വാങ്ങാൻ വരണമെങ്കിൽ പോസ്റ്ററിൽ സിൽക്കിന്റെ മുഖം നിർബന്ധമായിരുന്നു. വെറും ഒരു ഗ്ലാമർ താരത്തിനപ്പുറം ബോക്സ് ഓഫീസിന്റെ ചലനങ്ങളെ ഒറ്റയ്ക്ക് നിയന്ത്രിച്ച അനിഷേധ്യ ശക്തിയായി അവർ മാറി. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ചില വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അഭിനയത്തിനപ്പുറത്തേക്ക് ഒരു നിർമ്മാതാവായി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന ആഗ്രഹത്തോടെ താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ അവർ സ്വന്തം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇറക്കി സിനിമകൾ നിർമ്മിക്കാൻ വിനിയോഗിച്ചു. അവിടെയാണ് അവർക്ക് ഏറ്റവും വലിയ പിഴവ് പറ്റിയത്. ക്യാമറയ്ക്ക് മുന്നിലെ വിജയക്കണക്കുകൾ ബിസിനസിന്റെ കഠിനമായ ലോകത്ത് അവർക്ക് തുണയായില്ല. നിർമ്മിച്ച ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ബോക്സ് ഓഫീസിൽ ദയനീയമായി നിലംപൊത്തി. സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യമെല്ലാം ഒറ്റ നിമിഷത്തോടെ ആ തീരുമാനത്തോടെ ചാരമായി മാറി. എന്നാൽ സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഉപരി അവരെ തകർത്തത് അടുത്ത സുഹൃത്തുക്കളുടെയും പങ്കാളികളുടെയും ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ ചതികളായിരുന്നു. സിനിമയിലെ ചതിക്കുഴികളെ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയ സിൽക്കിന്റെ പേരിൽ വൻ തുകകൾ വായ്പ എടുക്കപ്പെടുകയും ഒടുവിൽ കോടിക്കണക്കിന് രൂപകളുടെ കടബാധ്യതകൾ സിൽക്കിന്റെ തലയിൽ ഒറ്റയ്ക്ക് വരികയും ചെയ്തു. പണം ചോദിച്ച് പലിശക്കാരും കടക്കാരും നിത്യേന വീട്ടുപടിക്കൽ ബഹളം വെക്കാൻ തുടങ്ങിയതോടെ അവർ മാനസികമായി അടിപതറി. ഇതിനിടയിൽ 90കളുടെ തുടക്കത്തോടെ ഇൻഡസ്ട്രിയിലെ അവരുടെ വിപണി മൂല്യത്തിലും വൻ ഇടിവ് സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഒരേ തരത്തിലുള്ള മാദക വേഷങ്ങളിലും ഐറ്റം ഡാൻസുകളിലും തളച്ചിട്ടപ്പെട്ടതിനാൽ സിൽക്ക് സ്മിതയ്ക്ക് തന്നോട് തന്നെ ഒരു മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നത്രേ. മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹങ്ങളെ ഇൻഡസ്ട്രി തള്ളിക്കളഞ്ഞു.
പുതിയ നടിമാരുടെ കടന്നുവരവ് കൂടിയായപ്പോൾ നിർമ്മാതാക്കൾ അവരെ പതിയെ ഒഴിവാക്കാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. വെള്ളിത്തിരയിലെ ഗ്ലാമറിന് പിന്നിൽ വ്യക്തി ജീവിതത്തിൽ തികച്ചും ശാന്തവും എന്നാൽ അങ്ങേയറ്റം ഏകാന്തവുമായ ഒരു മനസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വിശ്വസിച്ച പ്രണയങ്ങളിലെല്ലാം കടുത്ത വഞ്ചനയും അവഗണനയുമായി തിരികെ ലഭിച്ചത്. ആത്മാർത്ഥമായ സ്നേഹം കൊതിച്ച ആ മനസ്സിലേക്ക് പരാജയങ്ങളും ഒറ്റപ്പെടലും തുടർച്ചയായി എത്തിയപ്പോൾ അവർ മദ്യത്തിൽ അഭയം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളിലുണ്ട്. അമിതമായ മദ്യാസക്തിയും മാനസിക സമ്മർദ്ദവും അവരുടെ ചിന്തകളെ പാടെ ഉലച്ചു. പണവും പ്രതാപവും ഉള്ളപ്പോൾ ചുറ്റും കൂടിയവർ സാമ്പത്തിക തകർച്ചയുടെ കാലത്ത് അവരെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. 1996 സെപ്റ്റംബർ 22 ആ രാത്രി സിൽക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളായിരുന്നു. കടുത്ത അരക്ഷിതാവസ്ഥയിലും മാനസിക വ്യതയിലും ഉരുകിയ അവർ മനസ്സു തുറന്ന് സംസാരിക്കാനും സഹായം തേടാനുമായി തന്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു. തന്നെ ഉടൻ വന്ന് കാണണമെന്ന വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർ അപേക്ഷിച്ചെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അന്ന് രാത്രി തന്നെ ചെന്നൈയിലെത്താൻ ആ സുഹൃത്തിന് സാധിച്ചില്ല. ആ അവസാന വാതിലും അടഞ്ഞതോടെ സിൽക്ക് സ്മിത തീർത്തും നിസ്സഹായയായതായും പിറ്റേന്ന് രാവിലെ സെപ്റ്റംബർ 23 ചെന്നൈ സാലിഗ്രാമത്തിലെ വസതിയിൽ ജീവനൊടുക്കിയ നിലയിലാണ് പിന്നീട് സിൽക്ക് സ്മിതയെ കണ്ടെത്തുന്നത്. സംഭവ സ്ഥലത്തു നിന്ന് കണ്ടെടുത്ത ആ കുറിപ്പിൽ തന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയതിനെ കുറിച്ചും വിശ്വസിച്ചവർ വരുത്തിവെച്ച കടങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ അനുഭവിച്ച കടുത്ത വേദനകളെ കുറിച്ചുമുള്ള കണ്ണീർ കഥകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. സിനിമാ ലോകത്തിന്റെ കപടതയെ പൂർണ്ണമായും തുറന്നു കാട്ടിയ സംഭവമായിരുന്നില്ലേ ഇത്? ഒരു സ്ത്രീയുടെ ശരീരത്തിനും സൗന്ദര്യത്തിനും പിന്നാലെ കോടികൾ എറിഞ്ഞവർ അവരുടെ മാനസികാരോഗ്യത്തെയോ വ്യക്തി ജീവിതത്തെയോ സംരക്ഷിക്കാൻ താല്പര്യം കാണിച്ചില്ലേ? കരാറുകളിലും സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തതയില്ലാത്തതും കൃത്യമായ കരിയർ മാനേജ്മെന്റ് അഭാവവും അവരെ പോലെ ഒരു പ്രതിഭയെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കി. സിനിമയുടെ ഗ്ലാമറിനപ്പുറം ഒരു കലാകാരന്റെ മാനസിക സുരക്ഷിതവും വ്യക്തമായ സാമ്പത്തിക സുരക്ഷിതത്വവും എത്രത്തോളം പ്രധാനമാണെന്ന് സിൽക്കിന്റെ ജീവിതം ഒരു പാഠമായി അവശേഷിക്കുന്നു. സ്ക്രീനിൽ ലക്ഷക്കണക്കിന് ആളുകളെ വിസ്മയിപ്പിച്ച സിൽക്ക് സ്മിത യഥാർത്ഥ ജീവിതത്തിൽ ആഗ്രഹിച്ചത് വെറും ഒരു തരി ആത്മാർത്ഥമായ സ്നേഹവും സുരക്ഷിതത്വവും മാത്രമായിരുന്നു. കോടികളുടെ സമ്പാദ്യവും തലമുറകളെ ത്രസിപ്പിച്ച പ്രശസ്തിയും ഉണ്ടായിരുന്നിട്ടും അവസാന നിമിഷങ്ങളിൽ ഒരു വാക്ക് കേൾക്കാനോ ചേർത്ത് പിടിക്കാനോ ആരുമില്ലാതെ പോയി എന്നത് ഗ്ലാമർ ലോകം ബാക്കിവെച്ച ഏറ്റവും വലിയ ദുരന്തമാണ്. മാദകത്വത്തിന്റെ പ്രതീകമായി മാത്രം മാധ്യമങ്ങൾ മുദ്രകുത്തിയ ആ ജീവിതം യഥാർത്ഥത്തിൽ അതിജീവനത്തിന്റെയും ഒടുങ്ങാത്ത കണ്ണീരിന്റെയും പച്ചയായ ഒരു യാഥാർത്ഥ്യം കൂടിയായിരുന്നു. സിൽക്ക് സ്മിതയുടെ ഈ ദുരന്തം സിനിമാ ലോകം അവർക്ക് നീട്ടിയ കൊടും വഞ്ചനയുടെ ഫലമാണോ, അതോ അവർ നേരിട്ട തെറ്റായ തീരുമാനങ്ങളുടെ പരിണത ഫലമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.